യുക്മ ഇസ ലണ്ടൻ കേരളപൂരം വള്ളംകളിയിൽ കേരളത്തിലെ വള്ളംകളിയുടെ ആവേശം ബ്രിട്ടനിലെ മണ്ണിൽ അലതല്ലി. മാൻവേഴ്സ് തടാകത്തിൽ വള്ളങ്ങളുടെ ആവേശ പോരാട്ടത്തിനാണ് UK മലയാളി സമൂഹം സാക്ഷ്യം വഹിച്ചത്. യുക്മ കേരളപുരം വള്ളംകളിയിൽ കേരളത്തിലെ വള്ളംകളിയുടെ ആവേശം ബ്രിട്ടനിലെ മണ്ണിൽ അലതല്ലി. മാൻവേഴ്സ് തടാകത്തിൽ വള്ളങ്ങളുടെ ആവേശ പോരാട്ടത്തിനാണ് UK മലയാളി സമൂഹം സാക്ഷ്യം വഹിച്ചത്. 27 ജലരാജാക്കന്മാർ പങ്കെടുത്ത വള്ളംകളി മത്സരത്തിൽ അയർലൻഡിൽ നിന്നുള്ള എമറാൾഡ് ഡ്രാഗൺ ബോട്ട് ക്ലബ് ചാമ്പ്യന്മാരായി. എടത്വ വള്ളത്തിൽ അനീഷ് ടി ജെയിംസ് ക്യാപ്റ്റനായ ടീമാണ് ഒന്നാം സ്ഥാനം നേടിയത്. മാഞ്ചസ്റ്ററിൽ നിന്നുള്ള ചലഞ്ചേഴ്സ് ബോട്ട് ക്ലബ് പുളിങ്കുന്ന് വള്ളവുമായി രണ്ടാം സ്ഥാനത്തെത്തി. മാത്യു ചാക്കോ ആയിരുന്നു ക്യാപ്റ്റൻ. ലിവർപൂളിലെ ജവഹർ ബോട്ട് ക്ലബ് പുന്നമട വള്ളവുമായി മൂന്നാം സ്ഥാനം നേടി. ടീമിനെ ഹരികുമാർ ഗോപാലൻ നയിച്ചു. PCBC ബോട്ട് ക്ലബിൻ്റെ പച്ച നാലാം സ്ഥാനത്തെത്തി. ബിനോജി ആൻ്റണി ക്യാപ്റ്റനായിരുന്നു. അമ്പലപ്പുഴയിൽ നിന്നുള്ള വൈസ് ലിവർപൂൾ സൂപ്പർ കിങ്സ് ബോട്ട് ക്ലബ് അഞ്ചാം സ്ഥാനത്തെത്തി. അഖിൽ രാജ് ക്യാപ്റ്റനായ ടീമാണ് ഇത്. ബസറ്റ്ലോ ബോട്ട് ക്ലബ് തായങ്കരി വള്ളവുമായി ആറാം സ്ഥാനത്തെത്തി. ജോബി കുഞ്ഞുവർക്കി ക്യാപ്റ്റനായിരുന്നു. വനിതാ വിഭാഗത്തിലും ആവേശകരമായ മത്സരമാണ് നടന്നത്. വനിതാ ബോട്ട് റേസിൽ ലിവർപൂൾ ലിമ ബോട്ട് ക്ലബ് ഒന്നാം സ്ഥാനം നേടി. ടീമിനെ ജൂലി ഫിലിപ്പ് നയിച്ചു. അൾമിത്ര ബോട്ട് ക്ലബ് രണ്ടാം സ്ഥാനവും നേടി. പ്രിയ തോമസ് ക്യാപ്റ്റനായ ടീമാണിത്. കവൻട്രി 7 സ്റ്റാർസ് ബോട്ട് ക്ലബ് മൂന്നാം സ്ഥാനം സ്വന്തമാക്കി. ദിവ്യ നിഖിലായിരുന്നു ക്യാപ്റ്റൻ. ലീഡ്സ് ലിമ ബോട്ട് ക്ലബ് നാലാം സ്ഥാനത്തെത്തി. ടീമിൻ്റെ ക്യാപ്റ്റൻ ഐശ്വര്യ ശ്യാമായിരുന്നു. കരുത്തും താളവും കൂട്ടായ്മയും പരീക്ഷിക്കുന്ന വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ വിജയികളായ ടീമുകൾക്ക് ഡീൻ കുര്യാക്കോസ് MP ട്രോഫികൾ കൈമാറി. ലോകത്തിൽ താൻ പങ്കെടുത്തതിൽ വെച്ച് ഏറ്റവും വലിയ പ്രവാസി സംഘടനയുടെ ഇവൻ്റാണ് ഇത്. യുക്മയുടെ സംഘാടക മികവ് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് MP വ്യക്തമാക്കി. ഇവിടെ നോക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ, കുടുംബാംഗങ്ങൾ, കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകൾ വരെ ഒരുമിച്ച് ചേരുന്ന സംഗമവേദിയായി മാറുമ്പോൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി 80ാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെയും അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന തിരുവോണത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ അഭിമാനമായ വള്ളംകളിയുടെ ഒരു മിനിയേച്ചർ ആ തരത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെടാൻ കഴിയുമ്പോൾ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. കേരളത്തിലെ ആഘോഷങ്ങൾ പ്രവാസ ലോകത്തേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ. 10,000 പേരെ ഉൾക്കൊള്ളിച്ച ഈ പരിപാടി അഭിനന്ദനാർഹമാണ്. ഒരുമിച്ചുള്ള മികച്ച പ്രവർത്തനമാണ് ഈ മത്സരത്തിൻ്റെ വിജയമെന്ന് MP വ്യക്തമാക്കി. സംഘാടക മികവിന് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യനെ ഡീൻ കുര്യാക്കോസ് MP അനുമോദിച്ചു. ഓരോ ഹിറ്റ്സിലും വാശിയേറിയ പ്രകടനമാണ് ടീമുകൾ കാഴ്ചവെച്ചത്. കേരളത്തിന് പുറത്ത് സംഘടിപ്പിക്കുന്ന മലയാളികളുടെ ഏറ്റവും വലിയ വള്ളംകളി മത്സരമായിരുന്നു യുക്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടത്. യുക്മയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 27 ടീമുകൾ ജലോത്സവത്തിൽ മാൻവേഴ്സ് ലേക്കിൽ മാറ്റുരച്ചു. ഒരേ താളത്തിൽ തുഴകൾ ഉയരുന്നതും വാശിയോടെയുള്ള മുന്നേറ്റവും കരയിൽ നിന്നുള്ള ആർപ്പുവിളികളും ഒക്കെയായി കേരളത്തിലെ വള്ളംകളി മത്സരത്തെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകളാണ് കാണാനായത്. രാവിലെ ബ്രിട്ടീഷ് ചാൻസലർ ബഹുമാന്യനായ ജോൺ കീലി പതാക ഉയർത്തി വള്ളംകളി ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫ് ചെയ്തു. Mr. Dick Stokes, the General Secretary of Keralapuram 2026. Hello, celebration. That is now officially flag off. 2026 Keralapuram Vallantari. We are ready to
ബ്രിട്ടീഷ് ചാൻസലർക്കൊപ്പം മലയാളികൾക്കേറെ പ്രിയങ്കരനായ ഡീൻ കുര്യാക്കോസ് MP ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി. Now let's witness the flag hoisting of the Indian flag. ഇന്ത്യൻ ദേശീയ പതാകകളും ഇന്ത്യൻ സംസ്കാരം കൂട്ടിയിണക്കുന്ന കലാരൂപങ്ങളുമൊക്കെയായി വർണ്ണാഭമായ ഘോഷയാത്രയാണ് നടന്നത്. കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന തനത് കലാരൂപങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര ഏറെ ശ്രദ്ധേയമായി. 10,000-കണക്കിന് പേരാണ് മാൻവേസ് തടാകത്തിൽ ഒത്തുകൂടിയത്. മെഗാ തിരുവാതിര, യുക്മ ഓണച്ചന്തം, മലയാളി സുന്ദരി എന്നിവയ്ക്കൊപ്പം കളേഴ്സ് ഓഫ് ഇന്ത്യയും ഒക്കെയായി യുക്മ കേരള പൂരം UK-യിൽ മലയാളികൾ കൊണ്ടാടി. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ 80 പ്രതിഭാധനരായ കലാകാരന്മാർ അശ്വതി രാഘവൻ്റെ നേതൃത്വത്തിൽ വേദിയിൽ അണിനിരുന്ന പരിപാടിയാണ് കളേഴ്സ് ഓഫ് ഇന്ത്യ. ആഷ്ഫോർഡ് MP സോജൻ ജോസഫ് MP ആദ്യ ടീമിൻ്റെ ക്യാപ്റ്റനായ രാജു ചാക്കോയ്ക്ക് ആദ്യ തുഴ കൈമാറിയതോടെയാണ് വള്ളംകളി മത്സരത്തിന് ആവേശകരമായ തുടക്കം കുറിച്ചത്. പിന്നീട് വാശിയേറിയ മത്സരത്തിനാണ് മാൻവേസ് തടാകം സാക്ഷിയായത്. വൻ വിജയമായി തീർന്ന ഒരു കേരള പൂരമാണ് 2026 ഇവിടെ സമാപിച്ചിരിക്കുന്നത്. രാവിലെ നമ്മുടെ ചാൻസലർ ഓഫ് എക്സ്ചക്കർ വന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുകയും നമ്മുടെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസും അതുപോലെ UK-യിലെ MP സോജൻ ജോസഫും ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളുടെ ഒരു നേതൃത്വത്തിൽ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്നതിന് ശേഷം വാശിയേറിയ പോരാട്ടമാണ് വള്ളംകളിയോടനുബന്ധിച്ച് നടന്നത്. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം വാർഷികത്തിൻ്റെ ആഘോഷങ്ങൾ വളരെ വിപുലമായ രീതിയിൽ ഘോഷയാത്രയും അതുപോലെ സ്റ്റേജിലെ പ്രോഗ്രാംസ് ഉൾപ്പെടെ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇത്രയേറെ ഒരു വിജയകരമായി ഇത് മാറിയതിന് പിന്നിൽ ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനമുണ്ട്. യുക്മയുടെ നാഷണൽ കമ്മിറ്റിയുടെയും അതുപോലെ ബാക്കിയുള്ള എല്ലാ വോളണ്ടിയേഴ്സിൻ്റെയും കഠിനാധ്വാനമുണ്ട്. അവർക്കെല്ലാം പ്രത്യേക നന്ദി ഈ അവസരത്തിൽ യുക്മയുടെ നാഷണൽ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് യൂറോപ്പ് മലയാളി ന്യൂസ്.